നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി ആദ്യം നമ്മൾ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കേരളം പ്രചാരണ ചൂടി. തർക്കങ്ങൾക്കൊടുവിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. 9 വനിതകൾ ഉൾപ്പെടെ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തർക്കമണ്ഡലങ്ങൾ ഒഴിച്ചിട്ടാണ് പട്ടിക. നാളെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചേക്കും. സീറ്റ് ആവശ്യത്തിൽ കടുംപിടുത്തം തുടരുന്ന കെ സുധാകരൻ നാളെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. 19 സിറ്റിംഗ് MLA-മാരടക്കം 55 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട പട്ടികയിൽ. കെ സുധാകരൻ അവകാശവാദം ഉന്നയിച്ച കണ്ണൂരും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ട കോന്നിയിലും ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ മണ്ഡലങ്ങൾ ആദ്യഘട്ട പട്ടികയിലില്ല. MK രാഘവൻ MP മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച ഏലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണനാണ് സ്ഥാനാർത്ഥി. സണ്ണി M കപ്പിക്കാട് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വൈക്കത്ത് കെ ബിനിമോനാണ് സ്ഥാനാർത്ഥി. CPIM വിട്ടുവന്ന ഐഷ പോറ്റി കൊട്ടാരക്കരയിലും VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ് മലമ്പുഴയിലും മത്സരിക്കും. പാലക്കാട് രമേശ് പിഷാരടിയും നാട്ടികയിൽ സുനിൽ ലാലൂരും മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധമുയർന്ന ചിറയിൻകീഴിൽ രമ്യ ഹരിദാസ് തന്നെ സ്ഥാനാർത്ഥിയായി. തിരുവനന്തപുരത്ത് 3 സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കൊല്ലത്ത്, ചടയമംഗലം ഒഴികെയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഒരു മണ്ഡലത്തിലും ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. രമ്യ ഹരിദാസ്, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവരടക്കം 9 വനിതകളാണ് ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടിയത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ ചേരും. അനുനയ ശ്രമങ്ങൾ തുടരുന്നതിനിടെ കെ സുധാകരൻ നാളെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. 24 ഡൽഹി. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും CPIM വിമത സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാനുള്ള തീരുമാനത്തെ എതിർത്ത് യൂത്ത് കോൺഗ്രസ്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിസ്മയം തീർക്കൽ അല്പം കൂടിപ്പോയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്. ഒരു കാലത്ത് തിരുത്തൽ ശക്തിയായിരുന്ന നേതാക്കന്മാർ സ്വയം തിരുത്തിയില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനിയും ചെണ്ടയായി മാറാൻ ഞങ്ങൾ തയ്യാറെന്നും, പക്ഷേ മാരാർ ചമയുന്നത് ശത്രുക്കളാകരുതെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിജിൽ മോഹൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി. ആവേശമിളക്കി ക്യാപ്റ്റൻ കളത്തിലിറങ്ങിയത് സ്വന്തം തട്ടകത്തിൽ. പാർട്ടിക്ക് കണ്ണൂരിൽ വെല്ലുവിളികൾ ഉയർന്ന വേളയിലാണ് പിണറായിയുടെ പ്രചാരണത്തിന്റെ ആവേശം എന്നതാണ് രാഷ്ട്രീയ കൗതുകം. ക്യാപ്റ്റൻ കളത്തിലിറങ്ങി. ആദ്യ കളി ഹോം ഗ്രൗണ്ടിൽ തന്നെ. തലസ്ഥാനത്തു നിന്നും കണ്ണൂർ എയർപോർട്ടിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ നേതാക്കളും പ്രവർത്തകരും നീണ്ട നിരയായിരുന്നു. പ്രതിസന്ധികൾ കരുത്താക്കുന്ന ശരീരഭാഷയിൽ പിണറായി കൈവീശിയിറങ്ങി. പ്രവർത്തകർ ആവേശത്തിലായി. നേതാക്കൾ വലിയ വിജയം ഇപ്പോൾ തന്നെ ഉറപ്പിക്കുന്നു. വൻ ഭൂരിപക്ഷവും. ധർമ്മടം മണ്ഡലക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർച്ചയായും കേരളത്തിൻ്റെ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ധർമ്മടം മണ്ഡലക്കാരുടെ അഹങ്കാരം കൂടിയാണ്, സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, കഴിഞ്ഞ തവണയുണ്ടായ ഭൂരിപക്ഷത്തേക്കാൾ ഉയർന്ന ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കാൻ വേണ്ടി പോവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണ UDF-ൽ നിന്ന് ധാരാളം വോട്ടുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കിട്ടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന നേതാവ് സഖാവ് പിണറായി വിജയൻ ആയിരിക്കും. പിന്നീട് പ്രവർത്തകരിലേക്ക് പിണറായി റോഡ് ഷോ ആയി പുറപ്പെട്ടു. എയർപോർട്ടിൽ നിന്ന് സ്വന്തം മണ്ഡലം ധർമ്മടത്തേക്ക്. അഞ്ചരക്കണ്ടി പിണറായി കവലകളിൽ ജനം നിറഞ്ഞു. നാട്ടുകാർക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കപ്പുറം നാട്ടുകാരുടെ വിജയേട്ടനെന്ന് ആവർത്തിക്കുന്ന കാഴ്ചകൾ. യാത്രയിൽ ഉടനീളമുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല ടീച്ചറുടെ പ്രതികരണം ഇങ്ങനെ. നല്ല ആവേശകരമായിരുന്നു. നല്ല ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടുകൂടി ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ അഭിവാദ്യം ചെയ്തു. വികസന നായകന്റെ മൂന്നാം വരവ് അത് നാട് വലിയ ആഘോഷമാക്കി. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇത്ര നേരവും കണ്ടത്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പിണറായിയിൽ നിന്നും ദീപക് ധർമ്മടം, 24. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിക്കെതിരെ തുറന്നടിച്ച് കണ്ണൂർ CPIM-ൽ കലാപക്കൊടി ഉയർത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്ത്. TK ഗോവിന്ദന് അധികാരഭ്രമമെന്നും എതിരാളികളുമായി ഒത്തുകളിച്ചെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കുറ്റപ്പെടുത്തി. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് TK ഗോവിന്ദന്റെ മറുപടി. ഗോവിന്ദ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി
ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM-ന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ കണ്ണൂരിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് 24 മണിക്കൂർ തികയും മുന്നേ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്ത്. എക്സ് കമ്മ്യൂണിസ്റ്റ് എന്നും അവസരവാദിയെന്നും അധികാരഭ്രമമുള്ളയാളെന്നും നേതൃത്വം. അല്ലാതെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഓടിപ്പോകുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിയിൽ അദ്ദേഹം വിട്ടിരിക്കുകയാണ്. തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയുമായ PK ശ്യാമളയുടെ രാഷ്ട്രീയ അനുഭവ പരിചയം വിശദീകരിച്ചാണ് പാർട്ടി നേതൃത്വം മാധ്യമങ്ങളെ കണ്ടത്. TK ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്കും നേതൃത്വം നിരത്തി. നേതൃത്വത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് TK ഗോവിന്ദൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നെല്ലാം തെറ്റാണ് എന്ന് ഞാൻ ജയരാജനെ വെല്ലുവിളിക്കും. ഞാൻ പരസ്യ ചാർച്ചൊക്കെ വെല്ലുവിളിക്കും. TK ഗോവിന്ദന്റെ ആരോപണങ്ങളിൽ പാർട്ടി അനുവദിച്ചാൽ മറുപടിയെന്നാണ് PK ശ്യാമളയുടെ പ്രതികരണം. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി മറുപടി പറയും. അങ്ങനെ പാർട്ടി മറുപടി പറഞ്ഞത് തൃപ്തിയാവുന്നില്ല എങ്കിൽ വ്യക്തിപരമായി മറുപടി പറയണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാനപ്പോൾ മറുപടി പറയും. TK ഗോവിന്ദന്റെ നാടായ മലപ്പട്ടത്ത് CPIM രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. കണ്ണൂരിൽ CPIM-ന്റെ ഉറച്ച കോട്ടകളായ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിമത കലാപങ്ങൾ നേതൃത്വത്തെ വലയ്ക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനെയും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനെയും UDF പിന്തുണയ്ക്കും. 24 കണ്ണൂർ. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി വ്യാഴാഴ്ച പരിഗണിക്കും. ദേവികുളം LDF സ്ഥാനാർത്ഥി A രാജയ്ക്ക് സുപ്രീംകോടതി വിധി നിർണായകമാകും. വിവരങ്ങളുമായി അച്യുതനാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസാണിത്. കാരണം ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ A രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം അന്ന് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി അസാധുവാക്കിയിരുന്നു. മാത്രമല്ല, സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് അർഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി അന്ന് ഹൈക്കോടതിയുടെ വിധി അസാധുവാക്കിയത്. ഈ വിധിക്കെതിരെയാണ് പുനഃപരിശോധനാ ഹർജി ഈ V കുമാർ നൽകുന്നത്. ആ പുനഃപരിശോധനാ ഹർജിയാണ് വ്യാഴാഴ്ച സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. അതിൽ പ്രത്യേകിച്ച് CPIM MLA ആയിട്ടുള്ള A രാജയെ സംബന്ധിച്ച ദിവസം നിർണായകമാണ്. ഈ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതിയുടെ നിലവിൽ ഇനിയുള്ള തീരുമാനം എന്ത് എന്നതാണ് ഇതിൽ നിർണായകമാവുക. ഉന്മേഷ്, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് 2 ദിവസമായിട്ടും താനൂരിൽ പ്രചാരണത്തിനിറങ്ങാതെ V അബ്ദുറഹിമാൻ. താല്പര്യമില്ലാതിരുന്നിട്ടും നിർബന്ധിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി എന്നാണ് സൂചന. V അബ്ദുറഹിമാന്റെ സോഷ്യൽ മീഡിയ പേജും നിർജ്ജീവമാണ്. താനൂരിൽ 3ാം തവണയും ജനവിധി തേടാനാണ് V അബ്ദുറഹിമാനെ CPIM ചുമതലപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മറ്റിടങ്ങളിലെ LDF സ്ഥാനാർത്ഥികൾ സജീവമായെങ്കിലും V അബ്ദുറഹിമാൻ കളത്തിലിറങ്ങിയിട്ടില്ല. ആരോഗ്യ കാരണങ്ങളാലാണ് പ്രചാരണം വൈകുന്നത് എന്നാണ് CPIM വിശദീകരണം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ പോലും അബ്ദുറഹിമാൻ പങ്കുവച്ചിട്ടില്ല. ഇത് താൽപര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള അതൃപ്തി കാരണമെന്നാണ് സൂചന. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിഞ്ഞതോടെ അബ്ദുറഹിമാനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം CPIM നേതൃത്വം ഊർജിതമാക്കിയിട്ടുണ്ട്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. 24 മലപ്പുറം. ചലച്ചിത്ര താരങ്ങളെ സർപ്രൈസ് സ്ഥാനാർത്ഥികളാക്കി 2020 A ക്ലാസ് മണ്ഡലമായി NDA കണക്കാക്കുന്ന തൃപ്പൂണിത്തറയിൽ നടി അഞ്ജലി നായർ മത്സരിക്കും. പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയും ഏറ്റുമാനൂരിൽ വീണ നായരും സ്ഥാനാർത്ഥികളാകും. രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ NDAക്ക് വോട്ട് ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 മത്സരിക്കുന്നത് 20 സീറ്റുകളിൽ 9 എറണാകുളത്ത്. ചലച്ചിത്ര താരങ്ങളെ രംഗത്തിറക്കിയ സർപ്രൈസ്. തൃപ്പൂണിത്തുറയിൽ നടി അഞ്ജലി നായർ. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാര്യം പാർട്ടി ആവശ്യപ്പെട്ടപ്പം അത് തൃപ്പൂണിത്തുറ ആയിരിക്കും എന്നുള്ള ഒരു സൂചന പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ സാബു സാറും പാർട്ടിയും ഇതിനോട് പറഞ്ഞപ്പം എന്താ പറയുക, ഇത് ലോകത്തോട് അപ്പം തന്നെ എനിക്ക് വിളിച്ചു പോകണം എന്നുള്ളൊരു അത്രയും വലിയൊരു ആഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. പെരുമ്പാവൂരിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ. ഏറ്റുമാനൂരിൽ വീണ നായർ. അങ്കമാലിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്രോമി കുര്യാക്കോസ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയാകാനോ MLA ആകാനോ മന്ത്രിയാകാനോ അല്ല. അപ്പോൾ ഇന്നും ഈ തവണ മത്സരിക്കാത്തതിൽ കൂടി ഞാൻ തെളിയിക്കുന്നത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ എനിക്കില്ല എന്നുള്ളതാണത്. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് സുരേഷ് ഗോപി. നാളെ മുതൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങും. 24 കൊച്ചി.
ബി.ജെ.പിക്കെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി NDA വൈസ് ചെയർമാനും കേരള കാമരാജ് കോൺഗ്രസ് അധ്യക്ഷനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പാറശാല മണ്ഡലത്തിൽ പണം വാങ്ങി സ്ഥാനാർത്ഥിയെ നിർണയിച്ചു എന്നാണ് വിമർശനം. പാറശാല സീറ്റ് ലഭിക്കാത്തതിനാൽ മറ്റൊരിടത്തും മത്സരിക്കേണ്ടതില്ല എന്നാണ് കാമരാജ് കോൺഗ്രസിന്റെ തീരുമാനം. വാഗ്ദാനം ചെയ്ത 5 സീറ്റിൽ നിന്നും NDA പിന്നോട്ടു പോയതോടെയാണ് കേരള കാമരാജ് കോൺഗ്രസ് ഇടഞ്ഞത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയും പാറശാലയും നൽകാമെന്നായിരുന്നു ഒടുവിലത്തെ ധാരണ. എന്നാൽ ഇരു മണ്ഡലങ്ങളിലും BJP നേരിട്ട് മത്സരിക്കുമെന്ന പ്രഖ്യാപനമെത്തിയതോടെയാണ് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണം കേരള കാമരാജ് കോൺഗ്രസ് അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉന്നയിച്ചത്. പാറശാല നൽകുന്നില്ലെങ്കിൽ മറ്റൊരിടത്തും മത്സരിക്കേണ്ടതില്ലെന്നും തീരുമാനം. പ്രധാന പ്രവർത്തകരുടെ മീറ്റിംഗ് കൂടിയിട്ട് മത്സരിക്കണ്ട എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത്. ഏത് ബേസിലാണ് ഇവർ സീറ്റ് കൊടുക്കുന്നത്? പാറശാലയിൽ ഒരു പാവപ്പെട്ട പയ്യൻ, ഒരു കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു പാവപ്പെട്ട ആളിനെ 5 വർഷം മുന്നിലോട്ട് വളർത്തിക്കൊണ്ട് വന്ന സമയത്ത് പണം നോക്കി സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP അതപ്പതിച്ചിരിക്കുകയാണ്. പാറശാല സീറ്റിലാണ് ജയസാധ്യത കൂടുതലെന്നാണ് കേരള കാമരാജ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അരുവിക്കര മണ്ഡലം മുന്നണി വാഗ്ദാനം ചെയ്തെങ്കിലും അതിൽ താൽപര്യമില്ലെന്നും NDA നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം നിലവിൽ NDA വിടാൻ തീരുമാനമില്ലെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നു. 24 തിരുവനന്തപുരം. 2 വനിതകൾ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. ഡോക്ടർ MK മുനീറിന് സീറ്റില്ല. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും KM ഷാജി വേങ്ങരയിലും മത്സരിക്കും. മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, വേങ്ങര KM ഷാജി, കൂത്തുപറമ്പ് ജയന്തി രാജൻ, പേരാമ്പ്ര ഫാത്തിമ തഹലിയ. ചരിത്രത്തിലാദ്യമായി 2 വനിതാ സ്ഥാനാർത്ഥികൾ. പരിചയസമ്പന്നരെയും യുവാക്കളെയും അണിനിരത്തി 25 സീറ്റുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. കോഴിക്കോട് സൌത്ത് പ്രതീക്ഷിച്ചിരുന്ന MK മുനീറിന് സീറ്റില്ല. ഫൈസൽ ബാബു മത്സരിക്കും. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും KM ഷാജി വേങ്ങരയിലും മത്സരിക്കും. ഫാത്തിമ തഹലിയ പേരാമ്പ്രയിലും ജയന്തി രാജൻ കൂത്തുപറമ്പിലും മത്സരിക്കും. നിരാശയില്ലെന്ന് MK മുനീർ. 100 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാനും പരിശ്രമത്തിൽ കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം എല്ലാ സ്ഥലത്തും പോകാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തളച്ചിടപ്പെടുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ മണ്ഡലങ്ങളിലും പോകാനുള്ള ഒരു സാവകാശം കൂടി കിട്ടി. ഇക്കുറി മത്സരിക്കാനില്ല എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി PME സലാമിന്റെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചു. ഇത്രയും സമഗ്രമായൊരു സ്ഥാനാർത്ഥി പട്ടിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു അത്ഭുതമാണ്. ഒരുപാട് പുതുമുഖങ്ങൾ, അതിലേറെ യുവാക്കൾ, ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകൾ, എല്ലാ ആളുകളുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. കൊടുവള്ളിയിൽ PK ഫിറോസും താനൂരിൽ PK നവാസും കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലിയും മത്സരിക്കും. പുനലൂർ, ചേലക്കര സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീടുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. 24 മലപ്പുറം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കടുത്ത അതൃപ്തിയുമായി വനിതാ ലീഗ്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വനിതാ ലീഗിനെ പാടെ തടഞ്ഞെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24നോട് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ഏറ്റവും അതിശക്തമായ ഒരു പോഷക സംഘടനയാണ് വനിതാ ലീഗ്. മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പിൽ പകുതിയിലധികം വനിതാ ലീഗാണ് നൽകിയിട്ടുള്ളത്. മെമ്പർഷിപ്പിന്റെ എണ്ണമാണെങ്കിലും മെമ്പർഷിപ്പ് തുകയാണെങ്കിലും. പിന്നെ പാർട്ടിയുടെ എല്ലാ പരിപാടികളും 35 വർഷത്തിലധികമായി വിജയിപ്പിച്ചു കൊടുക്കുന്നതും വനിതാ ലീഗാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ വനിതാ ലീഗിനെ പാടെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഈ കേരളത്തില് 35 വർഷത്തിലധികം പ്രവർത്തിക്കുന്ന വനിതാ ലീഗിന്റെ സമുന്നതരായ ഒരുപാട് നേതാക്കന്മാരുണ്ട്. സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ മാത്രം സ്ത്രീകള് പഴയതും എന്താ പറയണ്ടേ, തലമുറ മാറ്റം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. പുരുഷന്മാരുടെ കാര്യം വരുമ്പോ ഒക്കെ 3-4 ടേം നിന്നവരും. പിന്നെ ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങളെയൊക്കെ വളരെയധികം വിമർശിച്ച വ്യക്തികളാണ്. അതൊരു റോങ് മെസ്സേജല്ലേ കൊടുക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫിൽ തലമുറ മാറ്റം. തൊടുപുഴയിൽ PJ ജോസഫിന് പകരം മകൻ അബു ജോൺ ജോസഫ് സ്ഥാനാർത്ഥി. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് മത്സരിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തലമുറ മാറ്റം. തൊടുപുഴയിൽ PJ ജോസഫിന് പകരം മകൻ അബു ജോൺ ജോസഫാണ് കളത്തിലിറങ്ങുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് പിന്മാറ്റമെന്ന് PJ ജോസഫ്. ആരോഗ്യപരമായ കാരണങ്ങൾ സജീവമായ പ്രചരണ രംഗത്തുണ്ടാവും. ആരും നൂലിൽ കെട്ടി ഇറക്കിയതല്ലെന്ന് അപ്പു ജോൺ ജോസഫ്. PJ ജോസഫിന്റെ പാത പിന്തുടരുക എന്ന് പറയുന്നത് ആ ഒരു സ്കെയിലിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. 10 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ജോസഫ് വിഭാഗം.
എന്നാൽ കോൺഗ്രസ് കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ ഏറ്റുമാനൂരും ഇടുക്കിയും വിട്ടുനൽകേണ്ടി വന്നു. ഇതേ തുടർന്ന് 8 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും തിരുവല്ലയിൽ വർഗീസ് മാമനും സ്ഥാനാർത്ഥികളായി. കുട്ടനാട്ടിൽ റെജി ചെറിയാൻ, ചങ്ങനാശ്ശേരിയിൽ വിനു ജോബ്, കോതമംഗലത്ത് ഷിബു തെക്കുംപുറം, ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ, കാഞ്ഞങ്ങാട് ഷൈജി ഓട്ടപ്പള്ളി എന്നിവരാണ് മറ്റു സ്ഥാനാർത്ഥികൾ. 24 കോട്ടയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UAE പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. UAEയിൽ നടന്ന ഇറാൻ ആക്രമണങ്ങളെ മോദി അപലപിച്ചു. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. പോത്തുകൽ അപ്പർകാപ്പ് നഗറിലെ ദാസനാണ് പരിക്കേറ്റത്. സഹോദരനൊപ്പം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. ദാസൻ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരളത്തിലെ പ്രമുഖ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ജ്വല്ലറി ശൃംഖലയായ റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡ് റോഡിൽ സജ്ജമാക്കിയ അത്യാധുനിക ഷോറൂമിന്റെ ഉദ്ഘാടനം ബ്രാൻഡ് അംബാസഡറും ചലച്ചിത്ര താരവുമായ മഞ്ജു വാര്യർ നിർവഹിച്ചു. സ്വർണ്ണാഭരണ വിപണിയിൽ പുതിയ ചരിത്രം കുറിക്കാനായി റീഗൽ ജ്വല്ലേഴ്സ് പാലക്കാടൻ മണ്ണിലെത്തി. കേരളത്തിലെ 12ാമത് ഷോറൂമാണ് പാലക്കാട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. റീഗൽ ജ്വല്ലേഴ്സിന്റെ വലിയൊരു പ്രത്യേകത ഇതിന്റെ പരസ്യങ്ങളിലൊക്കെ പറഞ്ഞു, ഹോൾസെയിൽ ഒരു വിലയിൽ തന്നെയാണ് എല്ലാവർക്കും ഇതിലൊരു ആക്സസിബിൾ ആയിട്ടുള്ളത് റീഗൽ ജ്വല്ലേഴ്സിലെ ആഭരണങ്ങളൊക്കെ. അപ്പോൾ അതും ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടാവാത്ത ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യമാണ്. കേരളത്തിലെ സ്വർണ്ണാഭരണ വിപണിയിൽ ഹോൾസെയിൽ വില എന്ന ആശയം അവതരിപ്പിച്ച റീഗൽ ജ്വല്ലേഴ്സ് പാലക്കാട്ടെ ഉപഭോക്താക്കൾക്കായി സമാനതകളില്ലാത്ത തികച്ചും ലാഭകരമായ ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം വിപുലമായ ആഭരണ ശേഖരവുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് റീഗൽ ജ്വല്ലേഴ്സ് CEO MK ഗോപാൽ പറഞ്ഞു. ജ്വല്ലറി ഫീൽഡിൽ മാനുഫാക്ചറിങ് എക്സ്പീരിയൻസോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യുന്ന വളരെ അപൂർവമായിട്ടുള്ള ജ്വല്ലറികളിൽ ഒന്നാണ്. ഞങ്ങളുടെ ചെയർമാൻ 15 വയസ്സിൽ മാനുഫാക്ചറിങ് ആരംഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ ശിവദാസ്. ഞങ്ങളുടെ നവവധു കളക്ഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രീമിയം ബ്രാൻഡുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്രൈഡൽ ലോഞ്ച് തന്നെ ഞങ്ങൾ പാലക്കാടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷോപ്പിംഗ് ഒന്ന് ആസ്വദിക്കുക, എല്ലാവരും വിസിറ്റ് ചെയ്യുക. വേറിട്ട ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകളാണ് പാലക്കാട് ഷോറൂമിന്റെ സവിശേഷത. വിവാഹ പാർട്ടികൾക്കായി പ്രത്യേകമായി ഒരുക്കിയ ബ്രൈഡൽ ഫ്ലോറും പുതിയ ഷോറൂമിന്റെ സവിശേഷതയാണ്. ചടങ്ങിൽ പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ P. സ്മിതേഷ്, റീഗൽ ജ്വല്ലേഴ്സ് ചെയർമാൻ TK ശിവദാസൻ, MD ആൻഡ് CEO വിപിൻ ശിവദാസ്, ക്ഷേമ ശിവദാസ്, പല്ലവി നംദേവ്, അനൈഷ, അവിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. 24 പാലക്കാട്. ഇപ്പോൾ കണ്ണൂരിൽ K. സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ പന്തംകൊളുത്തി പ്രകടനം നടക്കുന്നുണ്ട്. DCC പരിസരത്താണ് ഈ പ്രകടനം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ. ഉന്മേഷ്, K. സുധാകരനെ കണ്ണൂർ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം അനുകൂലികൾ ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്. 20ലധികം പ്രവർത്തകരാണ് ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ ഈ പന്തം കൊളുത്തി K. സുധാകരനെ കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തുന്നത്. നമുക്ക് ചേട്ടൻ എവിടുന്നാണ് വരുന്നത്? കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ എവിടെയാണ് വരുന്നത്? എവിടുന്നാ വരുന്നത്? കണ്ണൂരിന്റെ നേതാവ്, നമ്മുടെ ഓമന നേതാവ്, നമ്മുടെ ഓമന നേതാവ്. കണ്ണൂരിന് എവിടുന്നാ വരുന്നത്? കണ്ണൂർ. K. സുധാകരന് സീറ്റ് ഇല്ലെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത്. ഇല്ല, ഇതുവരെ സീറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. K. സുധാകരന് സീറ്റ് നിഷേധിക്കരുത് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം കണ്ണൂരിന്റെ മണ്ഡലത്തിൽ K. സുധാകരൻ എന്ന നേതാവിനെ ഒഴിച്ചിട്ട് വേറെ നേതാവിന് കടന്നു വരാൻ സാധ്യമാകില്ല. ഒരിക്കലുമില്ല, സീറ്റ് നിഷേധിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ 100% ഉറപ്പ്. സീറ്റ് ഇല്ലെന്നുള്ളൊരു സൂചനകളൊക്കെയാണ് അവിടുന്ന് വരുന്നത്. ഇതുവരെ അങ്ങനെ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. MP-മാർ മത്സരിക്കേണ്ടതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. അത് K. സുധാകരനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ട് പാർട്ടിന്റെ അകത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. K. സുധാകരൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമോ അതോ അത് പാർട്ടി തീരുമാനത്തിനനുസരിച്ച് നിൽക്കും.
എന്തായാലും ഈ പാർട്ടി കെ സുധാകരൻ അനുകൂലികളാണ് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ DCC ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് കെ സുധാകരന് സീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ അവസാന നിമിഷവും വച്ച് പുലർത്തുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ കണ്ണൂരിൽ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. എന്നാൽ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് കണ്ണൂർ നഗരത്തിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിലും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വന്നിരുന്നു. അവിടെ വഞ്ചന കാണിക്കരുത്, നന്ദികേട് കാണിക്കരുത്, വളർത്തിയ ആളുകളെ ഉപേക്ഷിക്കരുത് തുടങ്ങിയ വാചകങ്ങൾ എഴുതിക്കൊണ്ടുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ പേരാവൂരിലടക്കം വന്നിരുന്നു. മാത്രമല്ല ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെട്ടിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കെ സുധാകരനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓഡിയോ സന്ദേശവും വന്നിരുന്നു. മത്സരിപ്പിച്ചില്ലെങ്കിൽ സണ്ണി ജോസഫിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്ന ചില ബൂത്ത് പ്രസിഡന്റുമാരുടെ ഓഡിയോ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതായിരുന്നു വലിയ പ്രതിഷേധം. ഏതായാലും കെ സുധാകരനായി ഇപ്പോൾ അനുകൂലികളുടെ പ്രകടനം. കണ്ണൂരിൽ പന്തം കൊളുത്തി പ്രകടനം. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. മണ്ഡലം ചുറ്റിമകളുകൾ പറവൂർ മണ്ഡലത്തിലെ വരാപ്പുഴയിലെത്തിയപ്പോൾ പ്രാദേശിക ആവശ്യങ്ങളും വിമർശനങ്ങളുമായി നാട്ടുകാരുടെ വാദപ്രതിവാദം. വരാപ്പുഴയിൽ നിന്ന് അനുജ രാജേഷും ക്രിസ്റ്റിന ചെറിയാനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അങ്ങനെ മണ്ഡലം ചുറ്റിയുള്ള നമ്മുടെ ഇന്നത്തെ പര്യടനം അവസാനിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പറവൂരിന്റെ ആ ഒരു എഡ്ജിലാണ്, ആ ഒരു മണ്ഡലത്തിന്റെ അതിർത്തിയിലാണ്. വരാപ്പുഴ എന്ന് പറയുമ്പോൾ കൂടുതലും ചെറുകിട കച്ചവടക്കാര്, മത്സ്യബന്ധനം നടത്തുന്നവര്, ഇവിടുത്തെ മാർക്കറ്റൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഞായറാഴ്ചകളിൽ ഏറെ തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സവിശേഷമായ ആവശ്യങ്ങളുണ്ടാവും, പിന്നെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അതെ, നമുക്കൊപ്പം കുറച്ച് നാട്ടുകാരുണ്ട്, അവരോട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചറിയാം. എല്ലാവരും പറവൂരുകാരാണല്ലോ. അപ്പോൾ ഇലക്ഷൻ അടുത്ത് വരികയാണ്. 25ാം വർഷം കഴിഞ്ഞ് 26ാം വർഷത്തിലേക്ക് VD സതീശൻ ഒരു അംഗം കൂടി പയറ്റാൻ ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. അപ്പോൾ പറവൂരിൽ VD സതീശൻ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പട്ടിക ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തുടരണോ അതോ ഒരു മാറ്റം വരണോ? 25 വർഷം എന്ന് പറയുമ്പോൾ ഒരു ദീർഘ കാലയളവാണ്. ഈ 25 വർഷത്തെ VD സതീശൻ്റെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ വരാപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമ്പേ പരാജയമാണ് MLA. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തൊട്ടപ്പുറത്ത് കാണുന്ന വരാപ്പുഴ മത്സ്യ മാർക്കറ്റ്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ മത്സ്യ മാർക്കറ്റാണ്. അവിടുത്തെ ഏറ്റവും അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യം സംസ്കരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. MLA ഒരു പദ്ധതിക്ക് അവിടെ തുടക്കമിട്ട് ഒരു കല്ലിട്ട് അത് ഉദ്ഘാടനം നടത്തി. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും ഒരു ഇല അനക്കാൻ പറ്റിയില്ല. അതിനുശേഷം 100 ലക്ഷം രൂപ അനുഭവിച്ചെന്നും പറഞ്ഞ് ടൗൺ മുഴുവൻ ഫ്ലെക്സ് വെച്ചിട്ട് കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് ആനയും അമ്പാരിയും വാദ്യമേളങ്ങളും ആയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടനം കൂടി നടത്തി. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ പദ്ധതി അങ്ങനെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ മൂന്നാമതൊരു ഉദ്ഘാടനം കൂടി നടത്തി. എന്നിട്ടും കല്ല് പോലും ഇപ്പൊ കാണാനില്ല. മാർക്കറ്റിലേക്ക് നിങ്ങൾ കയറിയാൽ മൂക്കുപൊത്തി കയറേണ്ട സ്ഥിതിയാണ്. ഈ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ കുറെ നേരം ഇടാം. ചേട്ടാ, നമ്മളെ ഇപ്പൊ ഈ രാവിലെ തൊട്ട് വരുന്ന വഴിയിലെല്ലാം നമ്മളോട് ആൾക്കാർ പറയുന്ന ഇതിന് സമാനമായ കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു സംശയം, ഇനി പ്രതിപക്ഷ നേതാവായപ്പോ VDSന് ഈ പറയുന്ന പോലെ സമയം കിട്ടാത്തതാണോ മണ്ഡലം നോക്കുക എന്നൊക്കെ. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന ആരോപണത്തിന് എന്താ മറുപടി പറയാനുള്ളത്? വരാപ്പുഴയിൽ നിന്നല്ല, പറവൂര് നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് VD സതീശൻ. പുനർജനി എന്നൊരു പദ്ധതി മാത്രം മതി VD സതീശനെ എന്തോ ഒരിക്കലും ആരോപണങ്ങൾ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ ഒരു ആരോപണം, അടിസ്ഥാനപരമായ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ എന്റെ സുഹൃത്തുക്കൂടെ പറഞ്ഞല്ലോ, കുടിവെള്ള പദ്ധതിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ട് കിണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളാണ്, നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ. കിഫ്ബിയെ കിണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളാണ് VD സതീശൻ. 20.56 കോടി രൂപ മുടക്കി കിഫ്ബിയിൽ നിന്ന് ഫണ്ട് മുടക്കിയാണ് ഇവിടുത്തെ ഓവർഹെഡ് ടാങ്ക് നമ്മൾ നിർമ്മിച്ചത്. ഒരു കടലാസ് കഷ്ണം പോലും എഴുതി കൊടുക്കാതെയാണ് സംസ്ഥാന സർക്കാർ ആ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചു. ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ പറഞ്ഞല്ലോ, സതീശൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു, MLA കൊണ്ടുവന്നത്. MLA അതിന് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടെ ആര് ജയിക്കും? സതീശൻ ജയിക്കും. VD സതീശൻ ഉറപ്പായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരും. നമുക്ക് നമ്മുടെ ഇന്നത്തെ മണ്ഡലം ചുറ്റിയുള്ള പര്യടനം അവസാനിപ്പിക്കാം. നമ്മൾ സൈനിങ് ഓഫ് ഫ്രം വരാപ്പുഴ. വീണ്ടും നാളെ മറ്റൊരു മണ്ഡലത്തിൽ. വയനാട് കൽപ്പറ്റയിൽ ക്രെയിൻ ശരീരത്തിലൂടെ കയറിയിറങ്ങി വയോധികന് ദാരുണാന്ത്യം. വൈത്തിരി സ്വദേശി K കുട്ടനാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.